ഹലോ എവ്രി വൺ, ഗുഡ് മോർണിംഗ്. സോറി, ഇന്നലത്തെ ലൈവ് സെഷൻ എനിക്ക് വയ്ക്കാൻ പറ്റിയില്ല ബിക്കോസ് ഐ വാസ് കംപ്ലീറ്റ്ലി ഡൗൺ വിത്ത് ഫ്ലൂ. എല്ലാവരും നിങ്ങളുടെ ഹെൽത്ത് നോക്കുക. ഈ ഒരു ക്ലൈമറ്റൊക്കെ അതിന് ദിസ് കൺഫ്യൂസിങ് ക്ലൈമറ്റ് എന്നത് ബാക്കിയുള്ള എല്ലാവരെയും പോലെ തന്നെ എന്നെ നന്നായി എഫക്റ്റ് ചെയ്യുന്നുണ്ട്. എഫക്റ്റഡ് ബൈ ദിസ് വെരി ഫ്രീക്വൻ്റ് ആയിട്ട് എഫക്റ്റ് ആവുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ക്ലാസ്സിലും കുറച്ച് ഇഷ്യൂസ് വരുന്നത് എടുക്കാനൊക്കെ, ബിക്കോസ് ഐ എം ഡൗൺ വിത്ത് ഫ്ലൂ. ഓക്കെ, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ബുക്ക് മാർക്കാണ്. ഇപ്പോൾ ഓൾറെഡി ലെഫ്റ്റ് എ സ്പേസ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഒരു ഡിഫറെൻറ്റ് ക്വൈറ്റ് ഈസി ആയിട്ടുള്ള കേട്ടോ. ഞാൻ ഈ ബുക്ക് മാർക്ക് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നത് സോ ദാറ്റ് യു ക്യാൻ യൂസ് ഇറ്റ്. നിങ്ങൾക്ക് ഇത് ബുക്ക് മാർക്കാനായിട്ട് യൂസ് ചെയ്യാം, അല്ല വല്ല ഡൂഡിൽസോ നിങ്ങളുടെ ക്ലാസ്സുകൾക്കൊക്കെ വേണ്ടി നിങ്ങൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ അതിനൊക്കെ ഈ ആർട്ട് യൂസ് ചെയ്യാം. ഓക്കെ, സോ ഫസ്റ്റ് നമുക്ക് ഇത്രയുണ്ട്. അതിൻ്റെ ഈ ഒരു താഴത്തെ ഭാഗത്തു നിന്നാണ് ഞാൻ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യണം. ഐം ഗോണ ഷോ ദ ഡ്രോയിങ് പാർട്ട് ഫസ്റ്റ്. താഴത്ത് ഞാൻ അറൗണ്ട് ഒരു എക്സാക്ട്ലി പറയുകയാണെങ്കിൽ ഒരു 1.2 സെൻറ്റിമീറ്റർ എടുത്തോളൂ. 2 സെൻറ്റിമീറ്റേഴ്സ് ഗ്യാപ്പിൽ ജസ്റ്റ് ഗോണ ഡ്രോ ആ ലൈൻ ഹിയർ. കണ്ടോ, ഇത്രയാക്കിയിട്ട് ഞാൻ ഇവിടെ ഒരു ലൈൻ ഇട്ടിട്ടുണ്ട്, സ്ട്രെയിറ്റ് ലൈൻ. അത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഒരു വലിയ ഗ്യാപ്പ് കൊടുക്കുക. വലിയ ഗ്യാപ്പ് മീൻസ് ഞാനിപ്പോൾ അറൗണ്ട് ഒരു 7 സെൻറ്റിമീറ്റേഴ്സ് കൊടുക്കുക. 7 അല്ല, ഐ എം ഗോണ ഗിവ് ഇറ്റ് 8 സെൻറ്റിമീറ്റേഴ്സ് കൊടുക്കുകയാണ്. ഐ എം ഗോണ ഗിവ് ആൻ 8 സെൻറ്റിമീറ്റർ ഗ്യാപ്പ്. അതായത് ഇവിടെ നിന്ന് 8 സെൻറ്റിമീറ്റർ മുകളിലോട്ട് കേട്ടോ, 8 സെൻറ്റിമീറ്റർ കൊടുത്തു. സോ വി ഹാവ് ദിസ് മച്ച് ഗ്യാപ്പ് ഹിയർ. അത് കഴിഞ്ഞ് ഒരു ചെറിയൊരു ഇത് മതി, അറൗണ്ട് ഒരു 1.5 അടുത്തുള്ള ഒരു ലൈൻ. അത് കഴിഞ്ഞാൽ എഗാൻ ഒരു 2 അടുത്തുള്ള ലൈൻ. അത് കഴിഞ്ഞാൽ എഗാൻ സെയിം നമ്മളൊരു 1.5 അടുത്തുള്ള. അപ്പോൾ ഇങ്ങനെ നമുക്ക് ടോട്ടൽ വരുന്നത് കോളം വൈസ് ഇവിടെ ഒന്ന് വരും 1 2 3 4 5 6. അതിൽ ഇത് ഒരു 2, ഇതൊരു 1.5 2 1.5, ഇത് വന്നിട്ട് 8 സെൻറ്റിമീറ്റേഴ്സ്. ഇത് ഞാൻ എൻ്റെ ലോങ് ബുക്ക് ആയതുകൊണ്ടാണ് പറയുന്നത്. ഇഫ് യുവർ ബുക്ക് ഇസ് ഷോർട്ട്, ഏകദേശം ഈ ഒരു ഇങ്ങനെ വരുന്ന രീതിയിൽ നമുക്ക് ടോട്ടൽ നമ്മുടെ സെക്ഷൻസ് കാണുമ്പോൾ ഇങ്ങനെ വരുന്ന രീതിയിൽ നിങ്ങൾക്ക് വരയ്ക്കാം. ഓക്കെ, ഇനി ഞാൻ ഏറ്റവും മുകളിലത്തെ ഇതിനകത്തേക്ക് പോവാണ്. അതിനകത്ത് പോകുമ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ ഇതിൻ്റെ ഒരു മിഡല്ല, ഒരു മുകളിലൊരു 1/4 ഭാഗം എന്നൊക്കെ നമ്മൾ പറയില്ലേ, അവിടെ നിന്ന് നമ്മളിങ്ങനെ പതുക്കെ ഫ്രീ ഹാൻഡിൽ ഒരു ആർച്ച് വരയ്ക്കുകയാണ്. ഇങ്ങനെ ഇതേപോലെ ഒരു ആർച്ച് വരച്ച് കൊടുക്കുക. ഓക്കെ, ഇനി ഇവിടെ നിന്ന് സെൻറ്ററിൽ നിന്ന് ഇങ്ങനൊരു ലൈനും കൊടുക്കുക. രണ്ട് ആംഗിളിലേക്ക് 2 ആൻറ്റിന ഒക്കെ ഉണ്ടാവില്ലേ, നമുക്ക് ഇനി ഈ ബീറ്റിലുടെയൊക്കെ തലയിലുണ്ടാവില്ലേ, അങ്ങനത്തെ ഒരു ഇത് കൊടുക്കണം. ഇനി ലെറ്റ്സ് കം ബാക്ക് ടു അതിൻ്റെ താഴത്തെ പോർഷനിൽ വരുമ്പോൾ നമ്മളിവിടെ കൊടുത്ത ആർച്ച് പോലെ തന്നെ താഴെയും ഒരു ആർച്ച് കൊടുക്കണം. ഈ ആർച്ച് കൊടുക്കുമ്പോൾ ഈ എൻഡ് ഭാഗത്ത് വീതി കൂടുതലും നടുവേ വീതി കുറവുമാണ് വേണ്ടത്. So you can draw it like this. ഓക്കെ, ഇനി ഇതിൻ്റെ സെൻറ്ററിൽ മുകൾ ഭാഗത്ത് ഞാനൊരു ഐസ് വരച്ച് ഇങ്ങനെ ഡ്രോ ബി. ജനറലി ഐ ടെൽ യു ഫസ്റ്റ് തന്നെ 2 ഭാഗത്തും ഒരു കണ്ണ് വരച്ചു. ആൻഡ് താഴെ ഒരു ചെറിയ മൗത്ത് കൊടുത്താൽ മതി. ഇത്രയേ ഉള്ളൂ നമ്മുടെ അപ്പർ പാർട്ട്. ഇനി ഇവിടെയൊക്കെ നമ്മൾ കളേഴ്സ് ആയിരിക്കും കൊടുക്കുക. ഇവിടെ ദെയർ വിൽ ബി ഗൈസ്, എനിക്ക് തെറ്റിപ്പോയി, ഐ എം സോ സോറി. നമ്മൾ ഇവിടെ ബ്ലാക്ക് കൊടുക്കും, യെല്ലോ വരും. ഇത്രയും മതി. ഈ ഒരു പോർഷൻ വേണ്ട കേട്ടോ, ഐ എം സോറി, ഐ മേഡ് എ മിസ്റ്റേക്ക്. ഗൈസ്, ഞാൻ ഈ ഏറ്റവും താഴത്തെ ലൈനൊന്ന് മായ്ച്ച് കളയാണ് നമുക്ക്. സോറി, അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതൊരു 9.5 വരും ആസ് എൻ്റെ വലിയ ഇതിൻ്റെ കണക്ഷൻ. സോ നിങ്ങളതുകൊണ്ട് പെൻസിൽ കൊണ്ട് വരച്ചാണ് കേട്ടോ, എൻ്റെ കാൽക്കുലേഷനിൽ വന്ന് തെറ്റാണ്. സോ വി ഹാവ് ദ ഫേസ് കഴിഞ്ഞ് ഇവിടെ ഒരു ബ്ലാക്ക് പോർഷൻ ഉണ്ട്. അത് കഴിഞ്ഞ് ഇവിടെ ഒരു വൈറ്റ്, ബ്ലാക്ക് അല്ല നമ്മളവിടെ ഫില്ല് ചെയ്യും. 1 2 ഇവിടെ ഒരു പോർഷൻ, പിന്നെ ഇവിടെ ഈ യെല്ലോ, ഇവിടെ ഒരു ഇത്. ഇത്രയാണ് വേണ്ട കേട്ടോ. ഈ ഞാൻ എക്സ്ട്രാ ഇവിടെ ഒരു ലൈൻ വരച്ചിട്ടുണ്ടായിരുന്നു. സോ ജസ്റ്റ് റബ്ബിങ് ഇറ്റ് ഓഫ്. നിങ്ങളും അതുപോലെ മായ്ച്ച് കളഞ്ഞോളൂ. ഓൾ റൈറ്റ്. സോ ഇതാണ് നമുക്ക് നെക്സ്റ്റ് വരുന്നത്. ഇനി ലെറ്റ്സ് മൂവ് ഓൺ ടു ദ കളറിങ് പാർട്ട്. ഞാൻ 2 കളേഴ്സ് എടുത്തിട്ടുണ്ട്. ഈ ഒരു ലിറ്റിൽ ഓറഞ്ചിഷ് ആയിട്ടുള്ള കളറാണ്. നിങ്ങൾ യെല്ലോ എടുക്കണമെങ്കിൽ യു ക്യാൻ ഗോ ഫോർ യെല്ലോ ഓൾസോ ആൻഡ് ബ്ലാക്ക്. ഈ 2 കളർ മാത്രം, ബ്ലാക്കും ഒരു ഓറഞ്ചിഷ് യെല്ലോയിഷ് കളർ, ഒരു യെല്ലോയിഷ് കളറാണ് ബീയുടെ കളറില്ലേ, നമുക്കത് മാത്രം മതിയാവും. ഇനി ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത്
നമ്മളിവിടെ ഇങ്ങനെ ഒരു ആർച്ച് വരച്ചിട്ടില്ലേ, ഈ ആർച്ചിൻ്റെ കുറച്ച് താഴെ നിന്ന് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഈ സെൻറ്ററിൽ ഒരു വര നിർത്തിയിട്ട് ഇങ്ങനെ വീണ്ടും തിരിച്ച് മുകളിലേക്ക് കൊണ്ടുപോകാം. അത് ബീൻ്റെ ആ ഒരു ഫേസ് വരാൻ വേണ്ടിയിട്ടാണ്. നന്നായി ഒന്ന് താഴ്ത്തി കൊടുത്തോളൂ. അപ്പോൾ ഞാൻ ഫില്ല് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ അതറിയും. ഇതാണ് നമ്മുടെ ഫസ്റ്റ് റോ വരുന്നത്. ഇനി ആ റോ താഴത്തേക്ക് വരുമ്പോൾ ഇങ്ങനെ വന്ന് നിന്ന് ഇങ്ങനെ മുകളിലേക്ക് നമ്മൾ അതിൻ്റെ ഉള്ളിൽ ഫുൾ ബ്ലാക്ക് കൊടുക്കും. പിന്നെ നമ്മൾ കൊടുക്കുന്നത് ഇതിലും ബ്ലാക്ക് കൊടുക്കണം. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഇത്രയും നമ്മൾ ഫസ്റ്റ് കൊടുക്കണം. ഇനി ഈ ഒരു കളർ എടുത്തിട്ട് ഞാൻ ഈ കണ്ണിൻ്റെ ഉള്ളിലൊന്നും കൊടുക്കുന്നില്ല. ഈ ഒരു ഫേസ് വരുന്നില്ലേ, ഫേസിൻ്റെ അവിടെ മാത്രം യെല്ലോ കൊടുത്താലും മതി കേട്ടോ. എൻ്റെ കയ്യിൽ യെല്ലോ ഫുള്ളായിട്ട് ഇവിടെ തികയില്ല. എൻ്റെ കയ്യിലുള്ള കളർ വളരെ കുറച്ച് ക്വാണ്ടിറ്റി ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ബ്രഷ് പെന്നിൽ ഈ കളർ എടുക്കുന്നത്. നിങ്ങൾക്ക് യു ക്യാൻ ഓൾസോ യൂസ്, ഞാൻ എപ്പോഴും പറയുന്ന പോലെ വാട്ടർ കളേഴ്സും യൂസ് ചെയ്യാം. ഓൾറൈറ്റ്, ഞാൻ ഈ ഫേസ് കൊടുത്തതിന് ശേഷം ഞാൻ ഈ ലിപ്സിൻ്റെ അവിടെ പതുക്കെ ഒന്ന് കൊടുക്കുന്നുണ്ട്. ഐസും ബ്ലാക്ക് കൊടുക്കുക. നമ്മുടെ ഫേസ് റെഡി. ഫസ്റ്റ് പാർട്ട് ഇസ് റെഡി. ഇനി അടുത്തത് നമുക്ക് ഈ ഒരു സെക്ഷനാണ്. അത് നമ്മൾ ബ്ലാക്കിലാണ് കൊടുക്കുന്നത്. ഞാൻ മാർക്കറാട്ടോ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് എൻ്റെ നിബെല്ലാം വലുതാണ്. അതുകൊണ്ട് എനിക്കിങ്ങനെ ലൈനായിട്ട് ഫില്ല് ചെയ്യുമ്പോൾ കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ കിട്ടുന്നുണ്ട്. സോ ദ ഫസ്റ്റ് പാർട്ട് ഇസ് ഡൺ. ഇനി ഇതിൻ്റെ താഴത്തെ സെക്ഷൻ, അവിടെ നമ്മൾ വീണ്ടും നമ്മുടെ ഫേസിൽ ഏത് കളറാണോ കൊടുത്തത് ആ കളറ് കൊടുക്കുക. കണ്ടോ, ഇത്രയും കൊടുത്തു. ഇനി അതിന് താഴെ വീണ്ടും നമ്മൾ ബ്ലാക്ക് കൊടുക്കുകയാണ്, നമ്മൾ നേരത്തെ കൊടുത്ത പോലെ തന്നെ. ഇതാണ് നെക്സ്റ്റ്. ഇനി അടുത്തത് ഈ ഒരു സെക്ഷൻ മുഴുവൻ നമ്മൾ ഈ ഒരു ഓറഞ്ച് കൊടുക്കുകയാണ്. ഞാൻ ഇനീഷ്യലി പറയാതിരുന്നത് നിങ്ങൾക്ക് കൺഫ്യൂസ്ഡ് ആവണ്ട എന്ന് പറഞ്ഞിട്ടാണ്. നമ്മളിവിടെ കളർ ഫില്ല് ചെയ്യുന്നതിന് ശേഷം ഇവിടെ ഒരു വർക്കും കൂടെ കൊടുക്കും. അതിനാണ് ആ ഒരു ഏരിയ മാത്രം വലുതായിട്ട് നമ്മൾ വെച്ചിരിക്കുന്നത്, ഗ്യാപ്പ് ഇട്ടിട്ട്. നമ്മളിത് നന്നായി ഫില്ല് ചെയ്തു. ഇനി ഫില്ല് ചെയ്തതിന് ശേഷം ഞാനിതിൽ കൊടുക്കുന്നത്, ഞാനൊരു പെന്ന് എടുക്കുകയാണ് കേട്ടോ, ബ്ലാക്ക് ജെൽ പെൻ അല്ലെങ്കിൽ ജെല്ലുണ്ടെങ്കിൽ നിങ്ങളത് എടുത്താൽ മതി.
അതിൽ ആദ്യം ഇങ്ങനൊരു സിമ്പിൾ വരയ്ക്കുക. മുകളിൽ ചെറിയൊരു ഹൈഫൺ, ഒരു ലൈന്. ഇനി അതിൻ്റെ ഇവിടെ നിന്ന് ബി എന്നുള്ള ആൽഫബറ്റ്. ഇനി നേരത്തെ നമ്മൾ വരച്ച പോലെ തന്നെ ഈ ഒരു ആൽഫബറ്റ് വരയ്ക്കുക. ബി. എന്നിട്ട് ഒന്നുകൂടെ ബി എന്നുള്ള രീതിയിലായിട്ട് നമുക്ക് മറ്റേ നമ്മൾ ബി ഹണി ബീനെയാണല്ലോ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ബി. അടുത്തത് ഹാപ്പി. അത് നോർമൽ ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ നിങ്ങൾ എങ്ങനെയാണോ എഴുതുന്നത് അതുപോലെ കൊടുത്താൽ മതി. അതായത് ബി എന്നുള്ള തീമിൽ നമ്മളൊരു പോസിറ്റീവ് തിങ്കിങ്ങിൻ്റെ ഒരു ഇത് കൊടുക്കുകയാണ്. ആൻഡ് ജസ്റ്റ് ഡ്രോ ലിറ്റിൽ ഹാർട്ട്. അത്രയും മതി ഇതിൻ്റെ ഉള്ളിൽ. ഇനി നെക്സ്റ്റ് വന്നിട്ട് താഴത്തോട്ടാണ്. താഴെ നമ്മൾ ഫുൾ ബ്ലാക്ക് കൊടുക്കണം. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഡൂഡിലല്ല, ഡൂഡിൽ പോലത്തെ നമ്മുടെ ബുക്ക് മാർക്ക്. സോ ഐ ഹോപ്പ് യു ആൾ ലൈക്ഡ് ഇറ്റ്. വളരെ ഈസിയാണ് ചെയ്യാൻ, ചെയ്ത് നോക്കൂ. താങ്ക് യു.